എന്തെല്ലാം സാധനങ്ങളാ പഠിച്ചവനെ ഇസ്ലാമിന്റെ പേരിൽ. അത് ഖാദിയാനിയ. പിന്നെ സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയോ, അതാ മൗലവി, അലവി മൗലവി. എവിടെ? മഞ്ചേരിയിൽ. ക്രിസ്ത്യാനി മൗലവിയാ, അച്ഛനാ മൗലവിയാ, ഓതുന്നത് ഖുർആനാ. എന്താ പറയുന്നത്? ക്രിസ്ത്യാനി മതമാണ് ശരിയെന്ന് ഖുർആനിലുണ്ട്. അത് അലവി മൗലവി മഞ്ചേരിയിലെ ഫത്വയാ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ എന്തെല്ലാം സാധനങ്ങളാ ഇറങ്ങുന്നു. കള്ളത്തരീക്കത്തുകാരനാ. പിന്നത് പറയണ്ട. മുക്ക് കടല കച്ചവടം പോലെ ശൈഖന്മാരല്ലേ, കടല വിറ്റ് വാർത്ത് വിൽക്കുന്നവരെ പോലെ മുക്കിന് ശൈഖന്മാര്. എല്ലാരും ശൈഖ് തന്നെ. ശൈഖ് കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. എല്ലാരും തെരീക്കത്ത് കൊടുക്കൽ തന്നെ. കുറെ ആള് വാങ്ങലും കൊടുക്കലും വാങ്ങലും. ഈ സാധുവിനറിയോ എന്താ ശൈഖ്? ഈ തെരീക്കത്ത് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞവനറിയോ എന്താ തെരീക്കത്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ചു ദിവസം കഴിഞ്ഞൊക്കെ മുരീദ് നിസ്കരിക്കുന്നില്ല. ശൈഖ് പണ്ഡിതൻ നിസ്കരിക്കലില്ല, മുരീദും ഇപ്പം നിസ്കാരില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചേകനൂര് 3 നേരം ഈ 2 റകഅത്തെങ്കിലും ഉണ്ട്. കള്ള ശൈഖിനും മുരീദിനും തീരെ ഇല്ല. എന്തൊരു മുസീബത്താണിത്! ദീനിന് എന്തൊരു മുസീബത്താണ്! ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഒറ്റ മനുഷ്യനും അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കാതെ, അള്ളാഹ് വിരോധിച്ചത് കൈയൊഴിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ഫർളും സുന്നത്തുമായ അമലെടുക്കാതെ ശൈഖാകാൻ സാധ്യമല്ല, മുരീദാകാൻ സാധ്യമല്ല. ഹറാം കൈയൊഴിക്കാതെ ശൈഖും മുരീദുമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ചില കള്ള ശൈഖന്മാര് പെണ്ണുങ്ങൾ കൈപിടിക്കുന്നു, പെണ്ണുങ്ങളെ നോക്കുന്നു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൊണ്ട് കാല് പിടിച്ച് ചൊക്കിക്കുന്നു, അവരുടെ കൂടെ കിടക്കുന്നു. എടോ, നിന്റെ മനസ്സ് മുഴുവനും തീ, ശൈത്താന്റെ തീ. ആ തീയില് ഈ ശൈഖാണ് മുരീദാണെന്നും പറഞ്ഞ് അന്യപെണ്ണിന്റെ കയ്യും പിടിച്ച് തീയിന്റെ മേലെ തീയാക്കിയിട്ട് ഈമാൻ കെടുത്തിയില്ലടാ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ ചോദിക്കുന്നു, എടോ, നിന്റെ ദീന് ശൈഖാണെന്നും പറഞ്ഞ് മുരീദാണെന്നും പറഞ്ഞ് നീ നശിപ്പിക്കുന്നത് എന്തിനാണ്? നിനക്ക് മുരീദന്മാരെ വഴിയിൽ വരണോ, ശൈഖന്മാരെ വഴിയിൽ വരണോ? അലൈക്കും ബിലുസൂമിൽ മസാജിദി വകസറത്തി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പള്ളികളിൽ പോയി ധാരാളം ഇരുന്നോ, നീ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, ഫർളായ അമലൊക്കെ എടുത്തോ, സുന്നത്തൊക്കെ മുറുകെ പിടിച്ചോ, ഹറാമ് കൈയൊഴിച്ചോ, കറാഹത്ത് കൈയൊഴിച്ചോ. അല്ലാഹ് നിന്നെ പ്രിയം വെക്കും. നീ അല്ലാഹ് നിന്നെ പ്രിയം വെച്ചാൽ നിനക്ക് പല പവറും അല്ലാഹ് തരും. അതിന് നീ റബ്ബിന്റെ ഖുർആനും ഹദീസും പഠിപ്പിച്ചതനുസരിച്ച് മുൻഗാമികളെ പിന്തുടർന്ന് ജീവിച്ചോ. നീ മരണത്തെ ധാരാളം ഓർമ്മിച്ചോ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. ഞാൻ പലപ്പോഴും രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് എന്റെ മരണത്തിന്റെ സന്ദർഭം ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മക്കളെ.